String functions ട്യൂട്ടോറിയലിന്റെ രണ്ടാം ഭാഗത്തേക്ക് തിരികെ പോകുക. String reverse എന്നതിൽ നിന്ന് ആരംഭിക്കുന്ന ഫംഗ്ഷനുകളുടെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ പോകുകയാണ്. String reverse ഒരുപക്ഷെ അർത്ഥമാക്കുന്നത് strrev. അതുകൊണ്ട് തന്നെ strrev ചെയ്യുന്നത് stringന്റെ contents reverse ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ hello എന്ന് പറയുകയും reverse ചെയ്യുകയും ചെയ്താൽ അത് OLLEH ആകുന്നു. സാധാരണയായി ഇത് ഉപയോഗിക്കാത്ത ചില സാഹചര്യങ്ങൾ ഉപയോഗപ്രദമാക്കും. നിങ്ങൾക്ക് സ്ട്രിംഗ് പ്രത്യേകമായി റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കാൻ ഉപയോഗപ്രദവും രസകരവുമായ ഫംഗ്ഷനാണ്. ശരി, ഞാൻ കൂട്ടിച്ചേർക്കുന്ന അടുത്ത ഫംഗ്ഷൻ ഇവയാണ്: str to lower, str to uppercase എന്നിവ. ഇത് അടിസ്ഥാനപരമായി സ്ട്രിംഗ് എന്നതിനെയും ലോവർ കേസ് ആക്കി സ്ട്രിംഗ് ആയും ഉപയോഗിക്കുന്നു. നമുക്ക് നമ്മുടെ സ്ട്രിംഗ് എന്നതിന് hello എന്നത് ഈക്വൽ ആണ്. എനിക്ക് echo str to lower എന്നതും സ്ട്രിംഗ് എന്നതിന് എങ്ങനെ വാല്യൂ കാണിക്കാമെന്നും പറയാം. ക്യാപിറ്റൽ hello ഇപ്പോൾ ലോവർ കേസ് ആയി മാറും. ലോവർ കേസ് കൊണ്ട് ഇത് hello ആണെന്ന് പറയാം. hello. പിന്നെ str to upper പറയാൻ കഴിയും. അത് സ്ട്രിംഗിന്റെ അപ്പർ കേസ് വേർഷൻ തരും. ഇപ്പോൾ നിങ്ങൾക്ക് യൂസർ രജിസ്ട്രേഷൻ ഉള്ളപ്പോൾ ഇത് ബാധകമായ ഉപയോഗമാണ്. യൂസേഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ എപ്പോഴും യൂസർ നെയിം ഒരു ലോവർ സ്ട്രിംഗ് ആയി സ്റ്റോർ ചെയ്യണം. കാരണം ഒരു യൂസർ നെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കാം. ചില ആളുകൾ ഇത് യഥാർത്ഥത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് പോലെ വേരിയബിൾ യൂസർ നെയിം ഉണ്ടാകും. അലക്സ് എന്നതിന് തുല്യമാണ്. അപ്പർ കേസ്, സ്മോൾ കേസ് ആൽഫബെറ്റ്സ് ഇട്ടുകൊടുക്കുന്നു. ഇങ്ങനെയുള്ള പേരുകൾ ഉപയോഗിക്കുന്നത് അതിൽ തികച്ചും ശരിയാണ്. എന്നാൽ പേര് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ സ്മോൾ a എന്നത് ആരംഭിച്ചു. പിന്നെ എനിക്ക് യൂസർ നെയിം എന്നതിനുള്ള മറ്റൊരു പാറ്റേൺ ഉണ്ട്. stored username equals to str to lower of the username എന്ന് പറയാം. അപ്പോൾ ഇത് ഡാറ്റാബേസിൽ സൂക്ഷിച്ചിരിക്കുന്ന യൂസർ നെയിം ആയിരിക്കും. ഇപ്പോൾ അവ യൂസർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും എന്നത് ലോഗിൻ ചെയ്ത ശേഷം അവർ ടൈപ്പ് ചെയ്ത യൂസർ നെയിം ലോവർ കേസിലേക്ക് സ്റ്റോർ ചെയ്ത യൂസർ നെയിം എന്നതിന്റെ വേർഷൻ. അതിനാൽ നമുക്ക് ഇത് ഉപയോഗിക്കുകയും ഒരു ഡാറ്റാബേസിനുള്ളിൽ ലോവർ കേസ് വാല്യൂ സംഭരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത മൂല്യത്തിലേക്ക് താരതമ്യം ചെയ്യുന്നു. ലോവർ കേസ് ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിനാൽ നമുക്കത് തെറ്റ് ചെയ്യാൻ കഴിയില്ല. യൂസറിന് അവരുടെ യൂസർ നെയിം മറക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരേ പാസ്വേഡുകളുമായി ചെയ്യുന്നു. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. സബ്സ്ട്രിംഗ് കൗണ്ട് അടിസ്ഥാനപരമായി ഒരു എണ്ണമല്ല, ഒരു സ്ട്രിംഗിനുള്ളിൽ ഒരു പ്രത്യേക വാല്യൂവിലേക്ക് പൊരുത്തപ്പെടുന്ന സബ്സ്ട്രിംഗ്സ്. ഞാൻ ടൈപ്പ് ചെയ്യും സെർച്ച് ഈക്വൽസ് my name is Alex, what is your name. ഇത് നമ്മുടെ സ്ട്രിംഗ് ആണ്. സബ്സ്ട്രിംഗ് കൗണ്ട് എച്ചോ ഔട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ട്രിംഗ് കൗണ്ട്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സെർച്ച് സ്ട്രിംഗ് തിരയുന്നതാണ്. തിരയുന്നതിനായി ഒരു സ്ട്രിംഗ് നമ്മൾ വ്യക്തമാക്കും. ഇത് റിസൾട്ട് എന്ന് വിളിക്കുന്ന ഒരു വേരിയബിൾ ഇടുകയാണെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയായി നൽകും. ഏതാണ്ട് 1-2 തവണ പറയുമ്പോൾ ഒരു വാക്കിന്റെ ഉദാഹരണം നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. കൂടാതെ വേരിയബിൾ റിസൾട്ട് റിട്ടേൺ ആയി two നൽകില്ല. 2 എന്ന ഇന്റിജർ മാത്രമേ നൽകൂ. അതിനാൽ സബ്സ്ട്രിംഗ് കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ തിരയുമ്പോൾ അത് അലക്സ് എന്ന് പറയും. പിന്നെ അത് എച്ചോ ഔട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അലക്സ് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം കാണും. അതിനാൽ അത് റിഫ്രഷ് ചെയ്യുക. കൂടാതെ നമുക്ക് നമ്പർ 1 നേടണം. നമ്മൾ ഇപ്പോൾ നെയിം എന്നതിനെ സെർച്ച് ചെയ്യുമ്പോൾ നെയിം എന്നതിന് 1 കിട്ടുന്നു.
ഇവിടെ name എന്നതിന് വേറെയും കിട്ടുന്നു. അതിനാൽ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 2 കിട്ടും. ഓപ്ഷണൽ പാരാമീറ്റർസ്. ഇപ്പോൾ stringൽ എവിടെ നിന്ന് ആരംഭിക്കണം? stringൽ അവസാനിക്കുന്നത് ഇത് പരീക്ഷിച്ചു നോക്കുക. അതിനാൽ നമുക്ക് പറയാം name എന്നതിനു ശേഷം തിരയുവാൻ ആഗ്രഹിക്കുന്നു. ശരിയാണോ? അതുകൊണ്ട് ഇത് 0, 1, 2, 3, 4, 5, 6 എന്നിവയാണ്. അപ്പോൾ 7 മുതലുള്ള സെർച്ച് നെയിം ഞാൻ പറയും. അതിനാൽ 7 എന്നതിൽ നിന്ന് നെയിം പറയുക. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത നീല നിറത്തിൽ ഏരിയയിൽ ഇത് സെർച്ച് ചെയ്യും. ഇത് റിസൾട്ടിൽ 1 മാത്രമേ നൽകൂ. അതിനാൽ stringൽ എവിടെയാണെന്ന് നമ്മൾ വ്യക്തമാക്കും. എവിടെയാണെന്ന് വ്യക്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇത് 7 ആണ്. 8, 9, 10, 11, 12, 13, 14, 15, 16. 7 മുതൽ 17 വരെ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഇത് name എന്നതിന് 0 കാണിക്കുന്നു. അതുകൊണ്ട് 7 മുതൽ 17 വരെയാണ് ഇവിടെ നിന്ന് ഇവിടെ വരെ. എന്നിരുന്നാലും നമ്മൾ അലക്സ് എന്നതിനായി തിരയുന്നുവെങ്കിൽ അതിൽ ഒരു ഉദാഹരണം കാണാം. ശരി, അതുകൊണ്ട് തന്നെ substring count ഫങ്ഷൻ. ഇപ്പോൾ substring replace എന്നതിന് സമാനമാണ്. ഇത് ഒരേ ഫങ്ഷൻ അല്ല. കൂടെ ചേർത്ത് അവിടെ നിങ്ങളുടെ സ്ട്രിംഗ് മാറ്റാനാകും. റീപ്ലേസ് ചെയ്യുന്ന ടാഗുകൾ my name is Alex. കൂടാതെ ഞാൻ പൂർണ്ണമായി ഫുൾ സ്റ്റോപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് substring replace എന്നതിന് സമാനമാണ്. ഞാൻ എന്താണ് ഇവിടെ റീപ്ലേസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? വേരിയബിൾ റീപ്ലേസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബിലി എന്നതിനൊപ്പം അലക്സ് മാറ്റി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആയിരിക്കും. ഞാൻ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്ന നമ്പറിൽ നിന്നും 11, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 11 മുതൽ 14 വരെ. അപ്പോൾ അത് അലക്സ് എന്നതിനു പകരം ബിലി. റീപ്ലേസ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. റിസൾട്ട് എച്ചോ ഔട്ട് ചെയ്തില്ല. നമുക്ക് റിസൾട്ട് എച്ചോ ഔട്ട് ചെയ്ത് റീഫ്രഷ് ചെയ്യാം. പിന്നെ അതിന്റെ പേര് ബിലി ആണ്. അത് 12 ആയിരിക്കും. ഇത് 15 ആണെന്ന് കരുതുന്നു. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ല. ഇത് 10, 14 എന്നിവ ആയിരിക്കും. ഇല്ല, തികച്ചും ശരിയാണ്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് വിട്ടുപോയിരിക്കുന്നു. 11 ഉം 14 ഉം പോകാം. ഫുൾ സ്റ്റോപ്പ് ഇപ്പോഴും നഷ്ടപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഓ നന്നായി, നിങ്ങൾക്ക് ചിത്രം കിട്ടുന്നു. അടിസ്ഥാനപരമായി നിങ്ങൾ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ എൻഡിംഗ് വാല്യൂ ഉപയോഗിച്ച് stringൽ പകരം മറ്റൊന്ന് നൽകാം. അതുകൊണ്ട് അത് കൌണ്ട് ചെയ്യുവാൻ പറയുന്നു. ഞാൻ വളരെ ക്ഷീണിതനാണ്, അതിനാൽ എനിക്ക് കൌണ്ട് ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പ്രത്യേക stringനെ ഒരു പ്രത്യേക വാല്യൂ ആക്കി മാറ്റുന്നു എന്നതാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ, ഫിനിഷിംഗ് വാല്യൂ. ഈ ട്യൂട്ടോറിയൽ അത്രമാത്രം. ധാരാളം സ്ട്രിംഗ് ഫംഗ്ഷനുകൾ ഉണ്ട്. കൂടാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. PHP string functions തിരയുക. നിങ്ങൾക്ക് രസകരമായ നിരവധി ഫങ്ഷൻസ് കാണാം. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അതിനായി ഒരു ഫങ്ഷൻ ലഭ്യമാണ്. കണ്ടതിന് നന്ദി. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനായി ഡബ്ബിംഗ് ചെയ്തത് വിജി നായർ.